now we can move to the next topic. Our next topic is algorithm efficiency. We can also say it as performance analysis, analysis of algorithm, etc. ഇനി ഈ algorithm efficiency എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? If n is the number of elements, then the efficiency can be stated as f of n equal to efficiency. അതായത് n എന്ന് പറയുന്നത് ആ അൽഗോരിതത്തിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫിഷ്യൻസി, ഫങ്ഷൻ ഓഫ് എൻ ഈക്വൽ ടു എഫിഷ്യൻസി. ഇനി ഒരു അൽഗോരിതത്തിൽ സെർട്ടൈൻ ലൂപ്സ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അൽഗോരിതം എന്താണ്, ആ അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വാരി ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഒരു അൽഗോരിതം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, നമ്പർ ഓഫ് ലൂപ്സ്, അതൊക്കെ വെച്ചിട്ടാണ് ഈ അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി വാരി ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻലി ഒരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് സ്പേസ്, രണ്ട് എന്ന് പറയുന്നത് ടൈം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ജനറലി പറയാം സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈംസ് കോംപ്ലക്സിറ്റി എന്നാണ്. ഇനി ഒരു അൽഗോരിതം, ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതം എപ്പോഴും ലെസ് ടൈം ആൻഡ് ലെസ് സ്പേസ് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഒരു അൽഗോരിതത്തിൻ്റെ ടൈമും സ്പേസും ലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഒരു അൽഗോരിതത്തിന് ടൈം ലെസ് ആണെങ്കിൽ വി ഷുഡ് കോംപ്രമൈസ് ഇറ്റ്സ് സ്പേസ്. അല്ല, സ്പേസ് ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും? ടൈം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് ദ ടോട്ടൽ സ്പേസ് യൂസ്ഡ് ഓർ നീഡഡ് ബൈ ദ അൽഗോരിതം ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അതായത് ഒരു അൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ് ആണ്, അതാണ് പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ. ഇനിയിപ്പോൾ അത് ഈ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ വരുന്നതാണ് ഈ ടെമ്പററി സ്പേസ്. നമ്മൾ ചില ടെമ്പററി വാരിയബിൾസ് യൂസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ടെമ്പററി സ്പേസ് യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെ എന്താണ്, ഈ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ പെടുന്നതാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ടെമ്പററി വാരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ സ്പേസും കൂടിക്കൊണ്ട് വരും. അപ്പോൾ ടെമ്പററി വാരിയബിൾസ് എന്ന് പറയുന്നത് ഈ സ്പേസ് കോംപ്ലക്സിറ്റി കൂടാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം കോംപ്ലക്സിറ്റി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റി ആണ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം ടു എക്സിക്യൂട്ട് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൻ്റെ ഇൻപുട്ട് ലെങ്ത് n ആണെന്നുണ്ടെങ്കിൽ ആ അൽഗോരിതം, അതായത് ആ n ഇൻപുട്ട് ലെങ്ത്തിനെ ഫങ്ഷൻ ചെയ്യാൻ ആ അൽഗോരിതം എടുക്കുന്ന ടൈം, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അൽഗോരിതം എടുക്കുന്ന ടൈം, ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈമിനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ കോമൺലി എക്സ്പ്രസ് ചെയ്യുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വെച്ചിട്ടാണ്. 3 നൊട്ടേഷൻസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്: ബിഗ് ഒ, ബിഗ് തീറ്റ, ബിഗ് ഒമേഗ. We can discuss these notations later in this video. Okay, next growth of function. ഈ ഗ്രോത്ത് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ്റെ ഒരു ഇൻട്രോ പാർട്ടാണ് ഗ്രോത്ത് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അൽഗോരിതം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് ടൈമും സ്പേസും എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു അൽഗോരിതത്തിൻ്റെ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് ദാറ്റ് അൽഗോരിതം. ഈ ടൈം ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ n എലമെൻറ്റ്സ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ അൽഗോരിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേരിയസ് മെത്തേഡിൽ നമുക്ക് ആ n എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യാം. അതായത് വേരിയസ് സോർട്ടിങ് ടെക്നിക്സ് ഉണ്ട്. ബബിൾ സോർട്ട് ഉണ്ട്, ലീനിയർ സോർട്ട് ഉണ്ട്, ക്വിക്ക് സോർട്ട് ഉണ്ട്, കുറേ സോർട്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സോർട്ടിങ് മെത്തേഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്താണ് ആ n എലമെൻറ്റ്സ് ഓഫ് നമ്പറിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ ഏത് അൽഗോരിതം ആണോ ഔട്ട്പുട്ട് തരിക ആ അൽഗോരിതം ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ,
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. വിത്തിൻ ഷോർട്ടസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം നമുക്ക് ഔട്ട്പുട്ട് തരുന്ന അൽഗോരിതമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വേരിയസ് അൽഗോരിതം കമ്പയർ ചെയ്യുമ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ ടൈം ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് സെർട്ടൈൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെർട്ടൈൻ ഫാക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പ്രോബ്ലം ബീയിങ് സോൾവ്ഡ്. അതായത് നമ്മൾ എപ്പോഴും അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും, അൽഗോരിതം കമ്പയർ ചെയ്യുമ്പോൾ ചില ഫാക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ആ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ അതിന് ആ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അതിൻ്റെ CPU, അതിൻ്റെ മെയിൻ മെമ്മറി, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല. ഓക്കെ, ഒരു അൽഗോരിതം കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫാക്ടേഴ്സിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ അതായത് ഒരിക്കലും ഒരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഷീൻ ടു മെഷീൻ ചേഞ്ച് വരാൻ പാടില്ല. ഏത് മെഷീനിലിട്ടാലും ആ അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിം ആയിരിക്കണം. ഇതിനാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സെർട്ടൈൻ ഫാക്ടേഴ്സ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ത് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്പ്യൂട്ടേഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന 3 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആണ് ബിഗ് O നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ ആൻഡ് തീറ്റ നൊട്ടേഷൻ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് O നൊട്ടേഷൻ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ബിഗ് O ഓഫ് n, അതായത് ക്യാപിറ്റൽ ഓടെ ഉള്ളിൽ n. അങ്ങനെയാണ് നമ്മൾ ഈ ബിഗ് O നൊട്ടേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ അപ്പർ ബൗണ്ട് ഓഫ് ആൻ അൽഗോരിതംസ് റണ്ണിങ് ടൈം. ഒരു അൽഗോരിതത്തിൻ്റെ റണ്ണിങ് ടൈമിൻ്റെ അപ്പർ ബൗണ്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് O നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് മെഷേഴ്സ് ദ ലോങ്ങസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ആൻഡ് അൽഗോരിതം ടേക്ക് ടു കംപ്ലീറ്റ്. ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ടൈമിനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്, ഈ ബിഗ് O നൊട്ടേഷൻ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിഗ് O നൊട്ടേഷനെ നമ്മൾ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്നാണ് പറയുന്നത്. അതായത് വേഴ്സ്റ്റ് കേസ് ആണ്, കാരണം അത് എടുക്കുന്നത് എന്താണ്, ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ദ ടൈം ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്നാണ് പറയുന്നത്. Then the figure here shows the graphical representation of the big O notation. Here f of n and g of n are two functions. This f of n equal to big O of g of n if there exists a positive integer n0 and a positive constant c such that f of n less than or equal to c dot g of n for every n greater than or equal to n0. Here c is a positive constant and n0 is a positive integer that is less than or equal to n and greater than 0. നെക്സ്റ്റ് ഒമേഗ നൊട്ടേഷൻ ആണ്. ഒമേഗ നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ഒമേഗയാണ്. ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ ലോവർ ബൗണ്ട് ഓഫ് ആൻ അൽഗോരിതംസ് റണ്ണിങ് ടൈം. ഒരു അൽഗോരിതത്തിൻ്റെ റണ്ണിങ് ടൈമിൻ്റെ ലോവർ ബൗണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒമേഗ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒമേഗ നൊട്ടേഷനെ നമ്മൾ പറയുന്നത് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്നാണ്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു അൽഗോരിതത്തിൻ്റെ ലോവർ ബൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് ഇറ്റ് കാൽക്കുലേറ്റ് ദ ലോവസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ആൻഡ് അൽഗോരിതം ക്യാൻ പോസിബിളി ടേക്ക്. സോ ഇതിനെ നമ്മൾ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്നാണ് പറയുന്നത്. The figure shows the graphical representation of the omega notation. Here f of n and g of n are two functions and c is a positive constant and n0 is a positive integer which is greater than 0 and less than or equal to n, and omega of g of n equal to function f of n such that there exists positive constants c and n0 such that
0 less than or equal to c dot g of n less than or equal to f of n. അതായത് എന്താ ലോവർ ബൗണ്ട് ഫോർ ഓൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n0. Last one theta notation ആണ് and it is represented by theta of n. ഇത് ഈ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സ്പ്രസിങ് ദ ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് ഓഫ് ആൻ അൽഗോറിതംസ് റണ്ണിങ് ടൈം. ഒരു അൽഗോറിതത്തിൻ്റെ റണ്ണിങ് ടൈമിനും ടൈമിൻ്റെ അപ്പർ ബൗണ്ടിനും ലോവർ ടൈമിനും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീറ്റ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടൈറ്റ് ബൗണ്ട്. ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനെ നമ്മൾ ടൈറ്റ് ബൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ f of n and g of n are two non-negative function, then f of n equal to theta of g of n if and only if there exist positive constants c1, c2 and 0 such that c1 star g of n less than or equal to f of n less than or equal to c2 star g of n for all n1 comma n greater than n0. Okay, and this is the graphical representation of theta notation. Here c2 dot g of n and c1 dot g of n are the two functions, and n0 is a positive integer, and here the f of n equal to theta of g of n if and only if the given condition is true. അതായത് g of n equal to big O of f of n and g of n equal to omega of f of n.